പോസ്റ്റ് ഓണം അഗ്ലോണിമ സെയിൽ വീഡിയോയാണ് ഇന്നത്തേത്. ഇന്നത്തെ വീഡിയോയിൽ മദർ പ്ലാന്റും അല്ലെങ്കിൽ മീഡിയം സൈസ് പ്ലാന്റോ എബോവ് മീഡിയം സൈസ് പ്ലാന്റോ ആണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിലുള്ള പ്ലാന്റ്സിനെല്ലാം തന്നെ 5% മുതൽ 25% വരെ വിലയിൽ വ്യത്യാസം വരുത്തിയിട്ടുള്ള ഒരു വീഡിയോയാണ്. ഞാൻ രേഖ. രാജം പ്ലാന്റ്സിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ പ്ലാന്റ് ഈ ഗ്രീൻ ബൗളിൻ്റെ മദർ പ്ലാന്റ് ആണ്. ഹെൽത്തി ആയ പ്ലാന്റ് ആണ്. ഇതിലൊരു പ്ലാന്റ് മാത്രം തന്നെ നമ്മളുടെ സിറ്റ് ഔട്ടിലൊക്കെ വെച്ചാൽ വേറെ അധികം പ്ലാന്റ്സിൻ്റെ ഒന്നും ആവശ്യം വരില്ല. അത്രയും വലിയൊരു പ്ലാന്റ് ആണ്. ഇത് DTDC ത്രൂ ആണ് പ്ലാന്റ്സ് എല്ലാം അയക്കുക. സ്പീഡ് പോസ്റ്റ് വേണ്ടവർക്ക് അങ്ങനെയും അയക്കും. GPay ആണ് പേയ്മെൻറ്റ് മോഡ് വരുന്നത്. ഇതിലേതെങ്കിലും പ്ലാന്റ്സ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ പേരോ മെസ്സേജ് അയച്ചാൽ മാത്രം മതി. അടുത്തത് കോബ്രയുടെ ഈ പ്ലാന്റ് ആണ്. സിംഗിൾ ഷൂട്ടിൻ്റെ പ്രൈസാണ് കൊടുത്തിരിക്കുന്നത്. ഡബിൾ ഷൂട്ടും ട്രിപ്പിൾ ഷൂട്ടും ബുഷി പോട്ടും എല്ലാം അവൈലബിൾ ആണ്. അടുത്തത് ഈ അഗ്ലോണിമയാണ്. ഇതും ഒരു വലിയ സൈസ് വരുന്ന ഒരു അഗ്ലോണിമയാണ്. നല്ല ഭംഗിയുള്ള നല്ല ഗ്രീൻ കളറിൻ്റെ നടുക്ക് നല്ല സിൽവർ കളർ വരുന്ന ഈ അഗ്ലോണിമ മനില ബ്യൂട്ടി എന്നാണ് ഇതിൻ്റെ വന്നിരിക്കുന്നത്. അടുത്തത് ഈ റെഡ് പനാമയാണ്. പനാമ പ്ലാന്റ്സുകൾ അഗ്ലോണിമകൾക്ക് എപ്പോഴും നല്ല ഡിമാൻഡ് ഉള്ളതാണ്. ഇത് നന്നായിട്ട് റെഡ് കളർ വന്നതാണ് ആ പ്ലാന്റ്. അടുത്തത് ചൈന റെഡ് എന്നും റെഡ് ഡിസയർ എന്നും ഒക്കെ പറയുന്ന ഡാർക്ക് പിങ്ക് കളർന്ന ഈ പ്ലാന്റാണ് സെയിലിനായിട്ടുള്ളത്. ഇതിനും എത്ര പെർസെൻറ്റേജാണ് വില കുറവ് വരിക എന്ന് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും പറയാത്തത്. പ്ലാന്റ്സിൻ്റെ പ്രൈസ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. കൊറിയർ ചാർജ് എല്ലാത്തിനും എക്സ്ട്രാ വരും. എല്ലാ പ്ലാന്റ്സിനും നല്ല പിങ്ക് കളറല്ല, ചിലതിന് കുറച്ച് ഗ്രീൻ കളറും ഉണ്ട്. അടുത്തത് ഈ പ്ലാന്റാണ് അഞ്ചുമാനി റെഡ്. വലിയ ഇലകളൊക്കെ ഉള്ള വലിയൊരു പ്ലാന്റാണ് ഇതും ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആണ്. നല്ല വലിയ ഏകദേശം റൗണ്ട് കളറിൽ സൈസിൽ വരുന്ന ഇലകളാണ് ഈ പ്ലാന്റിൻ്റെയും. അഞ്ചുമാനി റെഡ് സിംഗിൾ ഷൂട്ടാണ് എല്ലാ പ്ലാന്റ്സും തന്നെ. മദർ ആയാലും സിംഗിൾ ഷൂട്ടിൻ്റെയാണ് പറഞ്ഞത്. ചില പ്ലാന്റ്സ് എല്ലാം ഡബിൾ ഷൂട്ടും അവൈലബിൾ ആണ്. അടുത്തത് വൈറ്റ് ലെക്കാച്ചിയുടെ സിംഗിൾ ഷൂട്ട്. ഇതിനകത്ത് 2 ഷൂട്ടുള്ള ഒരു പോട്ടാണ് കാണിക്കുന്നത്. സിംഗിൾ ഷൂട്ടിൻ്റെ പ്രൈസാണ് കൊടുത്തിരിക്കുന്നത്. ഡബിൾ ഷൂട്ടും 3 ഷൂട്ടും എല്ലാം തന്നെ അവൈലബിൾ ആണ്. സിംഗിൾ ഷൂട്ടിൻ്റെ പ്രൈസും അതിന് എത്ര വില കുറവ്, എത്ര പെർസെൻറ്റേജാണ് ഈ ഓരോ പ്ലാന്റ്സിനും വില കുറയുന്നത്, അതാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് പിങ്ക് പനാമയുടെ ഈ പ്ലാന്റാണ്. പിങ്ക് പനാമയുടെ പ്ലാന്റിൽ അടിയിലുള്ള ഇലകൾക്കെല്ലാം തന്നെ നല്ല പിങ്ക് കളർ ഉണ്ടെങ്കിലും പുതിയ ഇല വന്നതിന് അധികം പിങ്ക് കളറൊന്നുമില്ല. പക്ഷെ മറ്റ് ചില പ്ലാന്റ്സിനെല്ലാം എല്ലാത്തിനും നല്ല ഡാർക്ക് നല്ല ഭംഗിയുള്ള പിങ്ക് കളറുണ്ട്. ആ പ്ലാന്റ്സ് ഞാൻ കാണിക്കാം, ഈ വീഡിയോയ്ക്കിടയിലുണ്ട്. ഈ പ്ലാന്റിന് പക്ഷേ അടിയിലുള്ള ഇലകൾക്ക് മാത്രമേ നല്ല പിങ്ക് കളറുള്ളൂ. പുതിയ ഇലകൾക്ക് അത്ര പിങ്ക് കളർ ഇല്ല. അതുകൊണ്ട് പീച്ച് പനാമയാണോ അങ്ങനെ തോന്നും. അടുത്തത് ഈ പനാമയാണ്. ഈ പനാമയും പിങ്ക് പനാമ എന്ന ഐഡിയിൽ വാങ്ങിയതാണ്. പക്ഷേ ഇതിന് ഡാർക്ക് പിങ്ക് ഇല്ല, ലൈറ്റ് പിങ്കാണ്. അപ്പോൾ ഇതിപ്പോൾ പീച്ചെന്ന് പറയാമോ പിങ്കമെന്ന് പറയാമോ എന്നുള്ള സംശയത്തിലാണ് ഞാൻ. ഇതും ഇതിൻ്റെ കൂടെ ഒരു ഷൂട്ടും കൂടെ ഉണ്ട്. നല്ല ലൈറ്റ് പിങ്ക് കളറാണ്. നല്ല ഭംഗിയുണ്ട് ഇതും കാണാൻ. ചിലപ്പം സൺലൈറ്റിൻ്റെ വേരിയേഷൻ കൊണ്ട് വന്നതാകാം ഇങ്ങനെ കളർ വ്യത്യാസം. ഇതും ഇതിൻ്റെ കൂടെ ഒരു ഷൂട്ട് ഉൾപ്പെടെയാണ് ഈ പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് സിംഗിൾ സെറ്റ് മാത്രമേ ഉള്ളൂ, ഒരു സെറ്റ് മാത്രമേ ഉള്ളൂ. മറ്റു പല പ്ലാന്റ്സും കുറച്ചുകൂടെ ഉണ്ട്. ഇത് പക്ഷേ വളരെ കുറവാണ്. അടുത്തത് റെഡ് സ്റ്റാർ ഡസ്റ്റിൻ്റെ ഈ പ്ലാന്റാണ്. നല്ല റെഡ് കളർ കയറി വന്ന പ്ലാന്റ്സുകളാണ് എല്ലാം തന്നെ. സിംഗിൾ ഷൂട്ടിൻ്റെ പ്രൈസാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. എത്ര പെർസെൻറ്റേജാണ് വില ഈ പ്ലാന്റിന് കുറയുന്ന ആ പെർസെൻറ്റേജും താഴെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് റയാൻ ഗോൾഡിൻ്റെ ഈ പ്ലാന്റാണ്. റയാൻ ഗോൾഡ് എപ്പോഴും അഗ്ലോണിമ ലവേഴ്സിൻ്റെ ഒരു പ്രിയപ്പെട്ട ചെടിയാണ്. ഇതും സെയിലിനായിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. മദർ പ്ലാന്റ് തന്നെയാണ്, പക്ഷേ ടോപ്പ് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്തവയാണ്. ഈ പിങ്ക് പനാമയുടെ എല്ലാ ഇലകൾക്ക് തന്നെയും നല്ല ഡാർക്ക് പിങ്ക് കളർ വന്നിട്ടുണ്ട്. പക്ഷേ ചില ഷൂട്ടിനൊന്നും അത്രയും വന്നിട്ടില്ല. അടുത്തത് സിയാം ഡയമണ്ടിൻ്റെ ഈ പ്ലാന്റാണ്. ആദ്യം നമ്മൾ ഗ്രീൻ ബൗൾ കണ്ടതുപോലെ തന്നെ വലിയ ഇലകളോടുകൂടി ഒരു മദർ പ്ലാന്റ് തന്നെ ഒരു സിറ്റ് ഔട്ടിലേക്ക് ആവശ്യമുള്ളൂ. അത്രയും വലിയ പ്ലാന്റാണ് സിയാം ഡയമണ്ടിൻ്റെ ഈ പ്ലാന്റും ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആണ്.
ഇവയിൽ ചില ചെടികളൊക്കെ ടോപ്പ് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് ഇതിന് ചെറിയ നാര് പോലെയുള്ള റൂട്ട്സൊക്കെ ആയിട്ടുള്ളൂ. പിന്നെ കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ അതിൻ്റെ റൂട്ടൊക്കെ നല്ലതായി ഡെവലപ്പാകും. അടുത്തത് ഈ പീക്കോക്കാണ്. ഈ പീക്കോക്കും അവൈലബിളാണ്. ഇതിന് എത്ര പെർസെൻറ്റേജാണ് പ്രൈസ് കുറയുക അതും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. റിയൽ പ്രൈസും അതിൻ്റെ പ്രൈസ് ഈ ഓഫറിൽ കുറയുന്ന പ്രൈസുമാണ് കൊടുത്തിരിക്കുന്നത്. പീക്കോക്ക് നല്ല ഡിമാൻഡുള്ളൊരു പ്ലാന്റാണ്. ഇത് സ്റ്റാർ ഡസ്റ്റ് തന്നെയാണ്. ഈ സ്റ്റാർ ഡസ്റ്റിനകത്ത് ഒരു വലിയ ഷൂട്ടും ഒരു ബേബി ഷൂട്ടും അങ്ങനെ 3 പ്ലാന്റ്സ് അടങ്ങിയതാണ്. നല്ല റെഡ് കളറൊക്കെ കയറി വന്ന പ്ലാന്റ് തന്നെയാണ്. 3 ഷൂട്ട് അടങ്ങിയ സ്റ്റാർ ഡസ്റ്റിൻ്റെ ഈ പോട്ടും ഇപ്പോൾ അവൈലബിളാണ്. നല്ല റെഡ് കളറാണ്, നല്ല റെഡ് കളറാണ് സ്റ്റാർ ഡസ്റ്റിന് ഈ പ്ലാന്റിൻ്റെ കളറ്. വീഡിയോ അടുത്തത് ബ്ലാക്ക് എമറാൾഡിൻ്റെ ഈ പ്ലാന്റാണ്. ബ്ലാക്ക് എമറാൾഡും നല്ല വലിയ ഇലകളൊക്കെ ഉള്ള ഒരു നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇടയ്ക്ക് ഒരു ചെറിയ വേറൊരു കളർ വേരിയേഷനും വരുന്ന ഒരു പ്ലാന്റാണ് ഈ ബ്ലാക്ക് എമറാൾഡ്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. വീഡിയോ എൻഡ് വരെ കണ്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. ഫ്രോസൺ ആണ് അടുത്തത്. ഫ്രോസണിൻ്റെ ഈ പ്ലാന്റാണ് സെയിലിനായിട്ടുള്ളത്. മദർ പ്ലാന്റ് തന്നെയാണ്. തായ് ഫ്രോസൺ എപ്പോഴും നല്ല ഡിമാൻഡുള്ളതാണ്. ഇതിൻ്റെ ചില ഇലകൾക്കൊക്കെ ഗ്രീൻ കളർ കുറച്ച് ഉണ്ട്. ബാക്കിയൊക്കെ കളറ് മാറി ലൈറ്റ് കളറിലേക്ക് വന്ന പ്ലാന്റാണ്. ഇതും ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിളാണ്. അടുത്തത് ബുഷി പോട്ടാണ്. ഫ്രോസണിൻ്റെ തന്നെ ബുഷി പോട്ട്, അതും ഇപ്പോൾ അവൈലബിളാണ്. 2 ഷൂട്ട്സ് അടങ്ങിയതാണ് ഈ ബുഷി പോട്ട്. അടുത്തത് മിൽക്കി വേയുടെ ഈ പ്ലാന്റാണ്. ഈ മിൽക്കി വേയുടെ ഈ മദർ പ്ലാന്റിനൊപ്പം 2 ബേബി പ്ലാന്റ്സ് കൂടിയുള്ള ഒരു പ്ലാന്റാണ്. ബേബി പ്ലാന്റ്സ് ഇല്ലാത്ത സിംഗിൾ പ്ലാന്റ്സും മദർ പ്ലാന്റുകളും അവൈലബിളാണ്. ഈ പോട്ടിൽ 2 ഷൂട്ട്സ് ഉണ്ട്. 2 ഷൂട്ട്സോട് കൂടിയ മദർ പ്ലാന്റാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണേ. അടുത്തത് ഫയർ റെഡിൻ്റെ ഈ പ്ലാന്റാണ്. ഫയർ റെഡിൻ്റെ ഈ പ്ലാന്റ് സ്റ്റാർ ഡസ്റ്റ് പോലെ തന്നെയാണ്. ഫയർ റെഡിനും നല്ല റെഡ് കളർ കയറി വന്നതാണ്. പക്ഷേ ഇലയുടെ ഷേപ്പുകൾക്ക് വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് ഈ പ്ലാന്റാണ്. സൺ റെഡ് എന്ന ഐഡിയയിൽ വന്നതാണ്. ഇതിൻ്റെ ചില പ്ലാന്റുകൾക്കൊക്കെ പുതിയ ഇലകൾ നല്ല റെഡ് കളറായിട്ടുണ്ട്. സ്റ്റാർ ഡസ്റ്റ് തന്നെയാണെന്നാണ് തോന്നുന്നത്. ഈ മീഡിയം സൈസ് പ്ലാന്റും സെയിലിനായിട്ട് അവൈലബിളാണ്. നല്ല സൺലൈറ്റൊക്കെ ഇൻഡയറക്റ്റായിട്ടുള്ള സൺലൈറ്റ് കൊള്ളുകയാണെങ്കിൽ റെഡ് കളറായി വരും. അടുത്തത് എപ്പോഴും ഡിമാൻഡുള്ള റെഡ് വൈൻ്റെ ഈ പ്ലാന്റാണ്. ചിലതിനൊക്കെ ഷൂട്ടുകൾ വന്നതാണ്. എല്ലാ പ്ലാന്റ്സും ഒരേ സൈസിലുള്ളവയായിരിക്കില്ല. ചിലതിന് സൈസ് വ്യത്യാസങ്ങൾ ഒക്കെ ഉള്ളവയാണ്. അടുത്തത് പേൾ ഓഫ് മെലോയാണ്. പേൾ ഓഫ് മെലോയുടെ മീഡിയം സൈസ് പ്ലാന്റാണ്. പക്ഷേ കളർ വേരിയേഷൻസ് ഒക്കെ വന്ന പ്ലാന്റ് തന്നെയാണ്. അടുത്തത് സൂപ്പർ വെയ്റ്റിൻ്റെ ഈ പ്ലാന്റാണ്. മീഡിയം സൈസ് പ്ലാന്റാണ് സൂപ്പർ വെയ്റ്റിൻ്റെ. ഗ്രീൻ കളറ് അങ്ങിങ്ങായിട്ട് ഗ്രീൻ കളർ ഉണ്ടെങ്കിലും കൂടുതൽ ഭാഗവും വൈറ്റ് കളറ് വന്ന പ്ലാന്റ് തന്നെയാണ്. അടുത്തത് ജയ്പോങ് റെഡിൻ്റെ നാരോ പ്ലാന്റാണ്. റെഡ് കളർ വന്ന പ്ലാന്റാണ്. ചിലതിന് ഗ്രീൻ കളർ ഉള്ളവയും ഇപ്പോൾ ഉണ്ട്. ഈ നല്ല ഗ്രീൻ കളറാണ്. അടുത്തത് ജയ്പോങ് റെഡിൻ്റെ മീഡിയം സൈസ് പ്ലാന്റാണ്. ആദ്യം കാണിച്ചത് ജയ്പോങ് റെഡ് നാരോയാണ്. ഇത് ജയ്പോങ് റെഡ് നോർമൽ ജയ്പോങ് റെഡാണ്. മീഡിയം സൈസ് പ്ലാന്റാണ്. ഈ 2 പ്ലാന്റ്സും അവൈലബിളാണ് സെയിലിനായിട്ട്. വില എല്ലാത്തിൻ്റെ സ്ക്രീനിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എത്ര പെർസെൻറ്റേജാണ് ഓരോ പ്ലാന്റ്സിനും കുറയുക വില അതും ടൈപ്പ് ചെയ്തതുകൊണ്ടാണ് വീണ്ടും പറയാത്തത്. ഒരിക്കൽ കൂടി എല്ലാത്തിൻ്റെയും ഷിപ്പിംഗ് ചാർജ്, കൊറിയർ ചാർജ് എക്സ്ട്രായാണ്. അടുത്തത് ഈ നിയോ നാരോ എന്ന ഐഡിയയിൽ വന്ന ഈ പ്ലാന്റാണ്. വളരെ നീളമുള്ള ഗ്രീനും പിങ്കും റെഡും ഒക്കെ കലർന്ന ഒരു പ്ലാന്റാണ്. മീഡിയം സൈസ് പ്ലാന്റാണ്.
അടുത്തത് റോട്ടാണ്ടൻ ടൈഗർ ഹൈബ്രിഡിൻ്റെ ഈ സിംഗിൾ ഷൂട്ടാണ്. സിംഗിൾ ഷൂട്ടിൻ്റെ പ്രൈസാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ 100 റുപ്പീസ് 80 റുപ്പീസ് സീഡ്ലിങ്സ് ടൈപ്പ് പോലുള്ള പ്ലാന്റ്സും അവൈലബിൾ ആണ്. 2 ഇല 3 ഇല സൈസ് 4 ഇല അങ്ങനെ സൈസിലുള്ള പ്ലാന്റുകളും അവൈലബിൾ ആണ്. ഈ സിംഗിൾ ഷൂട്ട് മദർ പ്ലാന്റിൻ്റെ പ്രൈസാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. അടുത്തത് സെൻസ്റ്റാറാണ്. എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമുള്ള ഒരു പ്ലാന്റാണ്. എല്ലാവരും അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു പ്ലാന്റാണ് സെൻസ്റ്റാർ. അതിൻ്റെ മീഡിയം സൈസ് പ്ലാന്റാണ്. സീഡ്ലിംഗ് അല്ല, മദർ പ്ലാന്റും അല്ല. എബോവ് സീഡ്ലിംഗ് ലെവൽ മീഡിയം ലെവലിലുള്ള പ്ലാന്റാണ്. അടുത്തത് ഗ്രീൻ ലിസ. നല്ല ഗ്രീനിൽ ആദ്യം വൈറ്റ് കളർ ഡോട്ടാണ്, അത് പതുക്കെ പതുക്കെ പിങ്ക് കളറായ ഡോട്ടായി മാറുന്ന ഈ പ്ലാന്റും സെയിലിന്. ഇതും മീഡിയം സൈസ് പ്ലാന്റാണ്, മദർ പ്ലാന്റ് അല്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അടുത്തത് പിക്ടം ട്രൈ കളർ എന്ന നല്ല ഡിമാൻഡുള്ള ഒരു പ്ലാന്റാണ്. ഇതും ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആണ്. കുറച്ച് ഇലകളൊക്കെ ആയവയാണ്, ചെറുതായിട്ട് കളറൊക്കെ മാറി വന്ന ഈ പ്ലാന്റും ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആണ്. ഇതിലേതെങ്കിലും പ്ലാന്റ്സ് വേണമെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. അടുത്തത് 10 ക്യാരറ്റാണ്. 10 ക്യാരറ്റിൻ്റെ ഈ മദർ പ്ലാന്റും ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആണ്. 10 ക്യാരറ്റ്, 24 ക്യാരറ്റ്, 9 ക്യാരറ്റ് എല്ലാം എപ്പോഴും എല്ലാവരും അന്വേഷിക്കുന്ന പ്ലാന്റ്സുകളാണ്. അടുത്തത് ഈ ഗ്രീനിൻ്റെ നാരോ വെറൈറ്റി അഗ്ലോണിമയാണ്. ഇതും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. ഗ്രീനിൽ ഒരു ലൈറ്റായിട്ടൊരു യെല്ലോ കളർ പോലൊക്കെ ഉണ്ട്. റൈസ് ലീഫ് പോലെയല്ല. റൈസ് ലീഫും സെയിലിനായിട്ട് അവൈലബിൾ ആണ്. ഇതിൻ്റെ കൂടെ ഒരു ഷൂട്ടും വലിയൊരു ഷൂട്ടും കൂടെ ഉള്ള ഒരു പ്ലാന്റാണ്. സിംഗിൾ ഷൂട്ടായ പ്ലാന്റ്സുകളും അവൈലബിൾ ആണ്. ഇതിൻ്റെ കൂടെ പക്ഷേ ഒരു ഷൂട്ട് കൊണ്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു അഗെയിൻ.